ഏതാ അമ്മമ്മ എടുക്കാറ്? എന്നാ എടുത്തോളൂ. പേരെഴുതും നമ്മള്? ഇല്ലല്ലോ. ഉണ്ടോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? നമ്മളിന്ന് കുറച്ചൊരു ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഇതിനെ ഇത്രയെങ്കിലും ഒന്ന് ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം 7 ദിവസത്തെ ഒരു സപ്താഹം നടന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസത്തെയും എല്ലാതും കൂടെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അത്രയും ടൈം എടുക്കും. അത്രയും ഉണ്ടായിരുന്നു വീഡിയോസ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിനെ വളരെയധികം ചുരുക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ട് ഭദ്രദീപം കത്തിക്കുകയാണ് ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറെടുത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി. ഈ വർഷത്തെ ഭാഗവത സപ്താഹത്തിൻ്റെ യജ്ഞാചാര്യനായ ബ്രഹ്മശ്രീ കുറുവല്ലൂർ ഹരി നമ്പൂതിരി. അങ്ങനെ ഇതേ സപ്താഹം തുടങ്ങാൻ പോവാണ് കേട്ടോ. ഈ നാട്ടിലുള്ള ഞങ്ങൾ എല്ലാവരും ഒരുപാട് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്നൊരു കാര്യം കൂടിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, ഞങ്ങൾക്ക് ഇവിടെ സപ്താഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഉത്സവം, അതൊരു എന്താ പറയുക ആഘോഷം തന്നെയാണ് നമുക്ക്. ഈ 7 ദിവസം എല്ലാവരും നാട്ടുകാരൊക്കെ അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ ഉണ്ടാവും. സപ്താഹം തുടങ്ങുന്നത് മഹാത്മ്യ വായനയിലൂടെയാണ് കേട്ടോ. അപ്പോൾ അത് സന്ധ്യ സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആചാര്യന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്വീകരിച്ച് ഇതാ എല്ലാവരും വിളക്കൊക്കെ തെളിയിച്ച് ഇത് തുടങ്ങുകയാണ് നമ്മൾ അമ്പലത്തിലെ പരിപാടികൾ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ എല്ലാ വർഷവും നമുക്ക് നമ്മുടെ സപ്താഹം ഈ നാടിൻ്റെ ഒരു ആഘോഷത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണ്, ഒരു നിർവൃത്തി തന്നെയാണ്. ഇപ്രാവശ്യം നമുക്കതിൻ്റെ ഒരു ഭാഗ്യം യജ്ഞാചാര്യനെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ശ്രീ കുരുവല്ലൂർ ഹരിനമ്പൂതിരി പാടിനെയാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ നാടിൻ്റെ ഒരു 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. കാരണം അത്രയും അമ്മമാരെയും കുട്ടികളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാവും. എന്താണെങ്കിലും അദ്ദേഹത്തെ വലിയൊന്ന് നമ്മുടെ നരസിംഹക്ഷേത്രം കമ്മിറ്റിക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. തോട്ടമറ്റം അരുൺ നമ്പൂതിരിപ്പാടിനെ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ രാജേഷ് രാമയ്യൻ തിരുമേനി കോഴിക്കോട്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഈ നമ്മുടെ ഈ ഉത്സവത്തേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ശങ്കര നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തെയും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല അതിലപ്പുറം നമ്മുടെ തന്ത്രി ശ്രീ കൃഷ്ണകുമാർ നമ്പൂതിരിപ്പാടിനെ, അദ്ദേഹം നമ്മുടെ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ നമ്മൾ അധ്യക്ഷ സ്ഥാനം കൂടി അദ്ദേഹമാണ്. അതിങ്ങനെ ഓരോരുത്തരെ സ്വീകരിക്കുന്ന ചടങ്ങുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ ഇവിടെ മാതൃസമിതിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ പെട്ടെന്നാണ് അമ്മയുടെ പേര് വിളിച്ചത്. അപ്പോൾ ഞാൻ അവിടെ മാത്രം ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ പരിപാടി തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ 7 ദിവസത്തെ കറക്റ്റായിട്ട് വീഡിയോസ് അങ്ങനെ കാണിക്കാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇതൊരു വലിയ വീഡിയോ ആയി പോകും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ചായിട്ട് ചെറുതായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാമെന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദിവസവും രാവിലെ 6:30 ആകുമ്പോഴേക്കും നമ്മൾ അമ്പലത്തിലെത്തണം. എന്നിട്ട് ഇതുപോലെ നെയ്വിളക്ക് എടുത്തിട്ട് നമ്മൾ അമ്പലത്തിന് പ്രദക്ഷിണ വയ്ക്കും, ഹരേ രാമ ചൊല്ലിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതെല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ വന്നിരുന്നിട്ട് സഹസ്രനാമം ചൊല്ലും. അങ്ങനെ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ അതിന് ശേഷമാണ് പിന്നെ പാരായണം തുടങ്ങുന്നത്. ഹരേ രാമ ഹരേ രാമ
ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും എഴുന്നേറ്റ് വന്ന് ആരതി തൊഴുത് ഒരു വരിയായിട്ട് വരണേ. ആരതി തൊഴുത് ചേതോരുഭേ ദേവഹൂത്യാഹ സോമിജ്ഞാത്വാ വ്യവസ്ഥം മഹിഷ്യാ ദുഹിതസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായാദോ തുല്യാം പ്രഹർഷിത ജ്ഞാനാഖ്യാനകേസരം ഹരികഥ സംബോധനാബോധിതം യോഗേ സജ്ജന ഷട്പദൈരഹരഃ കേദീയമാനം മുദാ. അങ്ങനെ കുറച്ച് നേരം പാരായണവും കഥ പറയലൊക്കെ ആയിട്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തുന്ന സമയത്ത് കുട്ടികളുടെ ഭഗവത്ഗീത പാരായണം ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് കുറച്ച് സമയം അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വായിക്കും. ഇത് ഞാൻ എല്ലാ ദിവസങ്ങളിലത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാ ദിവസത്തെയും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഭഗവത്ഗീത വായിക്കും. ഞാൻ മുന്നേ നമ്മളുടെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്താഹം കേൾക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് മുഴുവനും കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ 4 നേരത്തെ ഭക്ഷണവും നമ്മുടെ അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, പിന്നെ 4 മണിക്ക് ചായ, സ്നാക്സ് ഉണ്ട്, പിന്നെ ഡിന്നറും ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. യജ്ഞവാരാഹമായി കണ്ടങ്ങു കൊണ്ടന്നു ഋത്വിക്കുകൾ സ്തുതി ചെയ്ത പോലെ വീണു നമിച്ചു സ്തുതിച്ചിടാം നിന്നെ ഞാൻ പന്നിയൂർ വാണിടും നാരായണ. ദേവാ ജയ ജയ ഭാഗവത രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ദേവി ശരണം മേ തവ ചരണയുഗം. ബോലോ ഭാഗവത സ്വരൂപ ഭഗവാൻ കി ജയ. രാധാ കൃഷ്ണ അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവനായിട്ടും വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങനെ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ ഇരുന്ന അവസാനം അത് അപ്ലോഡ് ചെയ്യലുണ്ടായില്ല. അപ്പം അതൊരു വിഷമായിരുന്നു മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും, കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് നാട്ടുകാരാണെങ്കിലും പുറത്തുനിന്നുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇപ്രാവശ്യം വീഡിയോ ഇടൂലോ അല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് സപ്താഹത്തിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കത് കാണാം. ഇതാണ് കേട്ടോ നമ്മളുടെ അമ്പലത്തിലെ നാരായണീയ സമിതിയിലത്തെ അംഗങ്ങളാണ്. ഇവരെല്ലാവരും ഈ 7 ദിവസം യൂണിഫോമാണ്, അതായത് സെറ്റുമുണ്ട്. ഓരോ ദിവസം ഓരോ കളറ്. അത് അമ്മ മുന്നേ കൂട്ടിയിട്ട് ഓരോ ദിവസത്തെ ഓരോ കളർ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇവരൊരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ അങ്ങനെ അറിയിച്ച് അങ്ങനെ 7 ദിവസവും 7 കളറ് സെറ്റും കൊണ്ടാണ്. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ഈ മാതൃസമിതിയിലത്തെ, അതായത് നാരായണീയ സമിതിയിലത്തെ അംഗങ്ങൾ മുഴുവൻ അങ്ങനെ മുൻപിൽ ഒരു ശരിക്കും ആ വരികളിൽ ഇങ്ങനെ നിരന്നിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് അത് കാണാൻ കേട്ടോ. ഒരേപോലെ ഉണ്ടാവും എല്ലാവരും. അതിപ്പോൾ 7 ദിവസത്തെ വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, ഞാനത് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. എനിക്ക് എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഇവിടെ അങ്ങനെ ചേർക്കുന്നുണ്ട്. അതിന് 7 ദിവസത്തെ 7 കളറുകൾ നല്ല രസമാണ് അത് കാണാൻ കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 40 മിനിറ്റ് നിർത്തുന്ന ഒരു സമയമുണ്ട് പാരായണം. അപ്പോൾ ആ സമയത്താണ് നാരായണീയം വായന ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് നാരായണീയം വായിക്കും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 4-5 ദിവസത്തെ വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ നാരായണീയം വായിക്കുന്ന സമയത്ത്. വിഹരതാം ഹിംസാവിഹാരാണാം കർമാതിദാരുണം യത് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃദ സൂനായാമപ്യനനുമതമാലംബനം തദുപലഭ്യ ബ്രഹ്മതേജസാദിദുർവിഷഹേണ ദന്തൈക്യമാനേന വപുഷാ സഹസോച്ചചാട സൈവ ദേവി ഭദ്രകാളി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ ഭദ്രേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കൊടുത്തവളെ കൊടുത്തവളെ
പുഞ്ചിരി പൂത്തവളെ ആനന്ദരൂപിണിയെ പൊന്നിലം കാവിൽ വാഴുമമ്മ ആനന്ദരൂപിണിയെ പൊന്നിലം കാവിൽ വാഴുമമ്മ ആനന്ദരൂപിണിയെ പൊന്നിലം കാവിൽ വാഴുമമ്മ ആനന്ദരൂപിണിയെ പൊന്നിലം കാവിൽ വാഴുമമ്മ അമ്മേ 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 നാരായണ ദേവി 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 നാരായണ അമ്മേ 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 നാരായണ നാരായണ ദേവി 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 നാരായണ നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ജാത്മന അദൃശ്യതാപ്യദ്ഭുതരൂപമുദ്വഹൻ അദൃശ്യതാപ്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം ഗോവിന്ദനാമ സങ്കീർത്തനം ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ അന്നപ്രസാദം വിളമ്പുകയും ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ചായിക്കോട്ടെ. അവർക്ക് സമർപ്പിക്കേണ്ടവർക്ക് ഇതാവാം. ഇന്നത്തെ അന്നദാനം വഴിപാട് ചെയ്തവർക്ക് അത് വിളമ്പുകയും ചെയ്യാം. ആരായിരുന്നു ഒന്ന് സമർപ്പിച്ചത്? രാധമ്മ കക്കാട്ട്. രാധമ്മ കക്കാട്ട് അവരോ അവരുടെ കുടുംബത്തിലുള്ളവരോ ഉണ്ടെങ്കിൽ വന്ന് അന്നപ്രസാദം വിളമ്പിക്കോളൂ. സ്വയം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വെണ്ണപാൽ പഞ്ചസാര പായസ എന്നിവയെല്ലാം ധാരാളം ഉണ്ണുകിൽ വേളുത്തിടും നിന്നോട് കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോരെല്ലാം കിണ്ണത്തിലൊന്നുമില്ലാതാവാറ കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓരോ ദിവസത്തെ ഓരോ നേരത്തെ അന്നദാനം ഓരോ വീട്ടുകാരാണ് കേട്ടോ ചെയ്യണത്. അപ്പം നമ്മളുടെ വീട്ടിലത്തെ ചെയ്യണ ദിവസത്തെ മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ തസ്യ വൈ ദേവദേവസ്യ ഹരേർയജ്ഞവദേ പ്രഭോ ബ്രാഹ്മണാഃ പ്രഭോ ദൈവം നദേഭ്യോ വിദ്യതേ പരം ഏവം സവിപ്രോ.
പ്രസാദം സ്വീകരിക്കുക. ഭഗവാനെ ഇതിലും ഞാൻ 7 ദിവസത്തെ വീഡിയോസ് ലഞ്ചിൻ്റെ സമയത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. 7 ദിവസം വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളായിട്ടും കറികളായിട്ടും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിളമ്പുന്ന കാര്യത്തിലാണെങ്കിലും അതെ, ഇന്ന ആൾ വിളമ്പുക അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് കണ്ടില്ലേ, അങ്ങനെ ചെറിയ മക്കൾ തൊട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ വിളമ്പും. വലിയ ആൾക്കാർ എല്ലാവരും നമ്മളൊക്കെ എല്ലാവർക്കും വിളമ്പി അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാവുക കേട്ടോ. എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ തന്നെയല്ലേ. അപ്പം അങ്ങനെ എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഒരു ബലം തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഒന്നിച്ച് ആ ഒരു ഉച്ച നേരത്തെ ഭക്ഷണമൊക്കെ നല്ല രസമാണ്. കാരണം കുറേ പേര് ഒരാഴ്ച മൊത്തം ഇങ്ങനെ തന്നെ നല്ല രസമല്ലേ. നമ്മളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ളവർ മാത്രമായിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു രീതിയല്ലേ. പക്ഷേ ഇത് നാട്ടുകാരെ മൊത്തം ഇങ്ങനെ കണ്ട് ദിവസവും അവരായിട്ടൊക്കെ സംസാരിച്ച് നല്ല രസമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ 7 ദിവസത്തെ ഭക്ഷണം. ആ ഒരു ഭക്ഷണശാലയാണ് അത് ഭയങ്കര രസമായിരുന്നു. അതിങ്ങനെ വളരെ ആക്റ്റീവായിട്ട് കൊണ്ട് നടക്കാൻ കുറേ പേരുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുള്ളവരും അത് വിളമ്പാൻ സഹായിച്ചിട്ടുള്ളവരും അത് അല്ലേ, എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവരും ഉണ്ട് ഇതിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടങ്ങളിലുള്ള ആളുകൾക്ക് ഈ ഒരു 7 ദിവസങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം 7 ദിവസത്തെ എല്ലാ ഭക്ഷണവും ഇവിടുന്ന് തന്നെയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ അമ്പലത്തിൽ ഈ ഭക്ഷണം വെച്ചിട്ടുള്ളതും കൂടി. ഞാൻ കുട്ടിക്കാലം തൊട്ട് കേട്ട് വളർന്നിട്ടുള്ളതാണ് കേട്ടോ. സപ്താഹമൊക്കെ നമ്മൾ അമ്പലത്തിൽ ഇഷ്ടംപോലെ കേട്ട് വളർന്നിട്ടുള്ളതാണ്. പക്ഷെ അന്നത്തെ കാലത്തൊന്നും ഇത്ര ആഘോഷമായിട്ടൊന്നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അടുത്ത കാലങ്ങളിലായിട്ടൊരു 10 വർഷമായിട്ടാണ് നല്ല ആഘോഷമായിട്ട് ഈ രീതിക്ക് ഇങ്ങനെ ആഘോഷിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ കണ്ട് ശീലിച്ചതും വളർന്നതുമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളുടെ മക്കൾക്ക് അതിനേക്കാട്ടിലും ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിലും അതെ, ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, പോവാനും കാണാനും അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. രാവിലെ 6:30 അമ്പലത്തിലെത്തണം, സഹസ്രനാമം ചൊല്ലലും അങ്ങനത്തെ കാര്യങ്ങൾ, അതിനൊക്കെ ഇവർ രണ്ടുപേരും പാറുവാണെങ്കിലും പൃഥുവാണെങ്കിലും നല്ല ഇഷ്ടത്തോട് കൂടിയിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം സമാധാനമല്ലേ. കാരണം എല്ലാറ്റിനും നമുക്ക് പങ്കെടുക്കാൻ പറ്റി, എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് അമ്പലത്തിലെ പ്രതിഷ്ഠാദിനം ഉള്ളത്. അപ്പോൾ ആ ഒരു ദിവസത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്പലം അങ്ങനെ നല്ല ഭംഗിയായി അലങ്കരിച്ച് നല്ല നല്ല രസമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ജനോ മധ്യസ്ഥ വലേകാഭിഷംവധ സഗ്രന്ഥലേഹാം ബ്രഹ്മാദിവക്ഷതേ മാനപ്രതിസുരക്ഷാനീയമാൻ അവിദ്ധദൃക്സാക്ഷുഭയം തദീക്ഷതേ സ ആത്മമൂലോ കൈവല്യനാഥായ നിർവാണ സുഖസംവിദേ നമഃശാന്തായ ഘോരായ. അവതാരങ്ങൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള വഴിപാടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ അതിനൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെയും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗജേന്ദ്രമോക്ഷം വായിക്കുന്ന സമയത്ത് നമുക്ക് താമരപ്പൂ സമർപ്പിക്കാം. അപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും നമ്മളായിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അവിടെ തന്നെ കിട്ടും, എല്ലാം നമുക്ക് അവിടെ തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 50 പറ സമർപ്പിക്കുക പറയും, 5 പറ, അതെല്ലാം ഞാനതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പറയും അപ്പോഴാണ് കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടത്. വൈകുന്നേരത്തുള്ള കൃഷ്ണാവതാരത്തിന് പാൽപായസ നിവേദ്യം. ദാക്ഷായണ്യാം തതോദിത്യാം വിവസ്വാന ഭവത്സുത തതോ മനു ശ്രദ്ധദേവ സജ്ഞായാമാസ ഭാരത ശ്രദ്ധായാം ജനയാമാസ ദശ പുത്രാൻ സ ആത്മവാൻ ഇക്ഷ്വാകു മൃഗശയ്യാതി ദൃഷ്ടകരൂഷകാൻ നരിഷ്യന്തം പൃഷഭ്യം ച നഭകം ച കവിം വിഭു പരമാംശര്യോഗേശ്വര പിതു വിശാല ശൂന്യബന്ധുശ്ച
धूम्रकेतुश्च तत्सुता विशालो वंशकृद्राजा वैशालीं निर्ममे पुरीं हेमचन्द्रसुतस्तस्य धूम्राक्षस्तस्य चात्मजा तत्पुत्रात् संयमादासी कृशाश्वात् सह देवजा कृशाश्वात् धर्मो वा नमां स्पृशेत् अम्भसा केवलेनाथ करिष्ये व्रतपालनं प्राहुरभक्षणं विप्राह्यसिदं नाशिदं जतल् इत्यपप्राश्य राजर्षि चिन्तयन् मनसाच्युतं प्रत्यजष्ट गुरुश्रेष्ठादिजागमनमेव सा दुर्वासा यमुनाकूलाल् कृधावश्यक आगता പ്രതിഷ്ഠാ ദിനത്തിൻ്റെ സന്ധ്യാനേരത്തിൽ കുറച്ച് സ്പെഷ്യലായിട്ട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അന്നത്തെ വീഡിയോ ആണിത്. നീ കൂടെ നടക്കണ്ടെങ്കിൽ കൂടെ നടക്ക്, ഇങ്ങനെ നടക്കല്ലേ. യാ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, വാട്ട് എ മജസ്റ്റിക് സൈറ്റ് ടു ബിഹോൾഡ്. ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. No, I don't look shocked. ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് തിരുവാതിരയായിരിക്കും അല്ലേ. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും മാറ്റി പിടിക്കാം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ സാരി ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വേറൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ കോൽക്കളിയാണ്, അതായത് കോലാട്ടം എന്ന് പറയില്ലേ. അപ്പോൾ അതാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. ഓരോ ദിവസവും സ്റ്റേജിലത്തെ അങ്ങനെ അലങ്കാരങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ചെരാതുകളൊക്കെ ഇങ്ങനെ ഭംഗിയിൽ വരണം എന്നുണ്ടെങ്കിൽ എത്ര സമയത്തെ കഷ്ടപ്പാടാണെന്നറിയോ. അത് ഓരോ ദിവസവും വ്യത്യാസമായിരിക്കും. ഓരോ ദിവസവും ഓരോ അവതാരങ്ങളുടെ സമയത്തും അത് വേറെ വേറെ മാറ്റിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നല്ല ഭംഗി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ വിരോചമാനം വസുദേവ ഐക്ഷത മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീഥേതമൗദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവത്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസേദ്യഥാ പ്രാച്യാം ഈ കൃഷ്ണാവതാരം വരെ അത്രയും ദിവസം ചൂടും വെയിലുമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ഇങ്ങനെ ഇരുന്ന് വായന കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. പക്ഷേ കറക്റ്റ് ഈ കൃഷ്ണാവതാരം അങ്ങോട്ട് വായിക്കുന്ന സമയത്ത് പെരുമഴ അങ്ങോട്ട് പെയ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്നും കൂടെ അറിയില്ല. കറക്റ്റ് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അതൊരു വല്ലാത്ത ഫീലായിരുന്നു. അതിങ്ങനെ കറക്റ്റ് ശ്രീകൃഷ്ണൻ ജനിച്ച ആ സമയത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ പെരുമഴ പുറത്തിങ്ങനെ നടക്കുക. വൃന്ദാവനത്തിലെ ഗോപികളോ വാഗച്ചാത്തിനു വന്നവരോ വൃന്ദാവനത്തിലെ ഗോപികളോ ഗോകുലബാല ഗോകുല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിനാമങ്ങൾ പാടിയിരുന്നോരാത്തോലമ്മ ഗുരുരമ്മ ഹരിനാമങ്ങൾ പാടിയിരുന്നോരാത്തോല നേരത്തു നൽകിയതല്ലേ തൃക്കൈ വെണ്ണാട്ടു വെണ്ണ ദേവാരേരകുന്ദ ഗോകുലപാല ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി
श्याम राधे श्याम राधे श्याम राधे श्याम जगदीश हरे कृष्ण जय जगदीश हरे राधा रमण मुकुंद मुरारे शरणं मे तव शरणयुगं पवन पुरेश राधा कृष्ण शरणं मे तव शरणयुगं कृष्ण शरणं मे तव शरणयुगं വലിയുണ്ട് അവിടെ മുമ്പിലേക്ക് വരിക യജ്ഞപ്രസാദം സ്വീകരിക്കുക പ്രഭാത ഭക്ഷണം കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ കോലാട്ടം ഉണ്ട്, അതുപോലെ തന്നെ വേറെയും കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പാട്ടിൻ്റെയും ഒരു ഡാൻസിൻ്റെയും പാട്ട് വയ്ക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എല്ലാതും ഫിലിം സോങ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നിൻ്റെയും വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര വിഷമമുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ കോലാട്ടത്തിൻ്റെ ടീം. അപ്പോൾ നമ്മൾക്ക് അധികം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഓക്കെ, എല്ലാവരും പറഞ്ഞു നല്ല അഭിപ്രായമായിരുന്നു. നമ്മൾ തിരുവാതിരയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചതായിരുന്നു, പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാരി ഇട്ടിട്ടുള്ള വീഡിയോസ് ഷോർട്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്, ഭയങ്കര സുഖമാണ് ഉടുക്കാനും. അതെ, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ഉടുത്തതുപോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യില്ല. അതുപോലത്തെ ഒരു ക്ലോത്ത് ആട്ടോ, നല്ല സാരിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗിയാണ്, ഉടുക്കാനും നല്ല സുഖമാണ്. ലിങ്ക് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഞാനിവിടെ എവിടെയൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതും നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രത്യേകതയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കുട്ടികളെ കൊണ്ടൊക്കെ ഭാഗവതം വായിപ്പിക്കും. അതും സ്റ്റേജിൽ കയറിയിരുന്ന് ആചാര്യന്മാരുടെ കൂടെ ഇരുന്നിട്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ ഭാഗവതം വായിക്കാനൊക്കെ അറിയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വായിക്കാനൊരു അവസരം കൊടുക്കുക. അതുപോലെ തന്നെ കുറേ അമ്മമാർ എല്ലാവർക്കും വായിക്കാൻ അറിയുന്നവർക്കൊക്കെ സുഖമായിട്ട് അവിടെ എന്താ പറയുക സ്റ്റേജിൽ കയറിയിരുന്നിട്ട് തന്നെ ആചാര്യന്മാരെ കൂടെ ഇരുന്ന് വായിക്കാനുള്ളൊരു അവസരം. അപ്പോൾ പാറുവിനും പ്രതുവിനും ഒക്കെ അതിനുള്ള അവസരം ഉണ്ടായിട്ടോ. അമ്മ പിന്നെ സ്ഥിരമായിട്ട് എല്ലാത്തിലും വായിക്കാറുണ്ട്. അങ്ങനെ പാറുവും പ്രതുവൊക്കെ അതെ എല്ലാ വർഷവും അങ്ങനെ വായിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കുട്ടികളത് വായിക്കുമ്പോൾ. അപശ്യന്നാരദോ ദേവൗ ക്ഷീപാണൗ സമബുദ്ധ്യത തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യോ വിവസ്ത്രാശാപശങ്കിത വാസാംസി പര്യധു ശീഘ്രം വിവസ്ത്രൗനൈവ ഗുഹ്യലിംഗമധോക്ഷജം ഗോപികോലുഖലേദാംനാ ബബന്ധ പ്രാകൃതം യഥാ തദ്ദാമബധ്യമാനസ്യ സ്വാഢകസ്യ കൃതാഗസ ദ്വംഗുലോ നമഭൂതേന സന്ദധേന്യച്ച ഗോപിക. ഉണ്ടെങ്കിൽ തന്നെ അത് തീർന്നു. അങ്ങനെ അവർ ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നന്ദഗോപുരം കൂട്ടർ ഓടി വരുന്നത്. ആപത്ത് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൂരെ നിന്നേ ഗോപികമാര് പറഞ്ഞു, പേടിക്കണ്ട, കണ്ണന് ആപത്തൊന്നുമില്ല. കണ്ണനെ വന്നെടുത്ത് ഒന്ന് ഉമ്മ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിന്ന് പിന്നെ നന്ദഗോപുരം കൂട്ടരും ഈ പൂതനയുടെ ശരീരം കാണുക. നന്ദഗോപുരം കൂട്ടരും ഓടി വരുന്നത്. ആപത്ത് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൂരെ നിന്നേ ഗോപികമാര് പറഞ്ഞു, പേടിക്കണ്ട, കണ്ണന് ആപത്തൊന്നുമില്ല. കണ്ണനെ വന്നെടുത്ത് ഒന്ന് ഉമ്മ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിന്ന് പിന്നെ നന്ദഗോപുരം കൂട്ടരും ഈ പൂതനയുടെ ശരീരം കാണുക.
ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹെഡ് മാഷായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഗംഗാധരൻ മാഷ്. അപ്പോൾ മാഷും വൈഫും ഒക്കെ കൂടെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്ന മാഷ അറിയോ. അപ്പോൾ അമ്മേനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാഷ് വന്ന സമയത്ത് മാഷിനെ ആദരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം. അപ്പോൾ ഈ നാട്ടുകാർ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഈ ആദരവിനും ഈ പൊന്നാള അനീറ്റനും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയായില്ല. അതിന് അതിശയോക്തിയാണെങ്കിലും ഒരൊറ്റ ശ്ലോകം കൊണ്ട് ഞാൻ എൻ്റെ ഈ നിങ്ങളോടുള്ള സ്നേഹം ഞാൻ വിവരിക്കുന്നു. എണ്ണാകിലെണ്ണം മണലാകിലെണ്ണം എണ്ണാമെടോ സാഗര വീതിമാൽ നക്ഷത്രമൊക്കെ ഒരു വട്ടമെണ്ണം പക്ഷേ എണ്ണിക്കൂട എനിക്കുള്ള ഈ മഹാസന്തോഷം എനിക്ക് നാട്ടുകാരോട് ഞാൻ എനിക്ക് പറയുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ മംഗളാശംസകളും അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തൃക്കരത്തിലോടക്കുഴലുമ ഈ സദസ്സിൽ നീ വന്നാലും തൃപ്പാദങ്ങളിൽ ഇപ്പാദാസ അർപ്പിച്ചിടട്ടെ സർവവും ഗോവിന്ദ. ഗോവിന്ദാഭിഷേകമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇനി ഇത് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ആചാര്യന്മാരുടെ കൂടെ ഇവിടെയുള്ള കുട്ടികളുടെ ഗീത പാരായണം ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിട്ട് വീഡിയോ, അതുപോലെ തന്നെ മാതൃസമിതിയിലെ അംഗങ്ങളുടെ കൂടെ ഫോട്ടോസ്, അങ്ങനെ എല്ലാതും നമ്മൾ എല്ലാ വർഷവും എടുക്കാറുള്ളതാണ്. അതേപോലെ ഈ വർഷവും എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. ഇനിയാണ് നമ്മുടെ കല്യാണം കേട്ടോ, രുക്മിണി സ്വയംവരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. നിറയെ പൂക്കളൊക്കെ വേണം, എന്താ പറയുക, താലങ്ങളൊക്കെ നിറയെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് രുക്മിണി സ്വയംവരത്തിനെ പറ്റി എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് നമ്മളൊക്കെ പോവുകയാണ് കേട്ടോ. ഓരോ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓരോന്ന് ഭഗവാന് സമർപ്പിക്കാനുണ്ടാവും. അപ്പോൾ അന്ന് സമർപ്പിക്കാനുള്ളത് പലഹാരത്തിൻ്റെ തട്ടാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ നിറയെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് വാങ്ങിക്കാം, എന്നിട്ട് അവിടെ സമർപ്പിക്കാം. അത് നമുക്ക് തന്നെ എന്നിട്ട് പൂജിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ തരും. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഘോഷയാത്രയായിട്ട് നടന്നു വരികയാണല്ലോ ചെയ്യുക. അപ്പോൾ അത് വേറെ നമ്മളുടെ അടുത്ത് തന്നെയുള്ള വേറൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടുന്ന് ആണ് രുക്മിണീനെ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് കണ്ടോ, രുക്മിണി ഇങ്ങനെ റെഡിയായി നല്ല സുന്ദരിയായി കല്യാണ പെണ്ണായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് രുക്മിണീനായിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇത് വേട്ടേക്കരൻ്റെ അമ്പലമാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും കൂടി ഇനി താലമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നീരാജനാണ് കേട്ടോ. അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, പിന്നെ മാല, രണ്ടുപേർക്കും ഇടാനുള്ള മാല, അങ്ങനെ എല്ലാം അതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ താലങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയാ, എടുക്കാൻ അത് ഒരു ഭംഗിയിൽ പോവാം. അമ്മൂൻ്റെ രണ്ട് സൈഡിൽ പോയി ചേരിച്ചിട്ട് എങ്ങനെ പിടിക്കാൻ വയ്ക്കുന്ന ചാന പിടിച്ചു താഴേക്ക് അടിക്ക് കൈ വയ്ക്കാൻ അടിക്കും.
Hare Rama 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 Hare 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 Krishna Hare Hare Krishna 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 Hare 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 Rama 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Hare ആയുധം ഉയർത്തുമ്പോഴേക്കും ബലരാമനഗർ ചെന്നു. കുട്ടിയോള് പൊക്കോട്ടെ, നമ്മൾ തമ്മിലാവാന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും രുക്മിണിയുടെ വിവാഹത്തിന് വന്നവരല്ലേ? രുക്മിണിയുടെ വിവാഹമുണ്ട്, അതിനൊരു മാറ്റമില്ല. ഇവിടെ വെച്ചിട്ടല്ല, ദ്വാരകയിൽ വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ അനിയൻ കൃഷ്ണനാണ് വരൻ. ചെറിയ രണ്ട് വ്യത്യാസം, അതൊന്നും സാരമില്ല. വിവാഹത്തിന് വന്നവരൊക്കെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. വിവാഹത്തിൽ പങ്കെടുത്ത് അവിടുന്ന് ഞങ്ങൾ ധാരാളം സമ്മാനങ്ങളൊക്കെ തരും. അതൊക്കെ വാങ്ങി അപ്പം തന്നെ പോകണമെന്നൊന്നുമില്ല. ഒരാഴ്ച താമസിച്ച് ദ്വാരകയൊക്കെ കണ്ടിട്ട് പോയാൽ മതി. ഇനി ആർക്കെങ്കിലും അവിടെ വരെ വരാൻ ഒഴിവില്ല, സമ്മാനം കിട്ടിയാൽ വേണ്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തരാം, ഇവിടെ വെച്ച് തരാം, ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് ഒലക്കൊന്ന് പൊന്തിച്ചു കൊടുത്തേ. 17 പ്രാവശ്യം 23 അക്ഷൗഹിണി സൈന്യത്തിന്റെ ചോര കുടിച്ചിട്ട് ദാഹം തീരാത്ത ഒലക്കയാണ്. അതങ്ങൾ കണ്ടപ്പോൾ കുറെ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. വണ്ടി തിരിച്ചു. മനസ്സിലാവാത്തവർക്ക് കിട്ടി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. പേരിട്ടിരുകി മെല്ലെ കണ്ണാദീവാവാ കോമൽ തിരുമുടി പേരിട്ടി തകതിമി തോം 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 തകതിമി തോം തോം തകതിമി തോം 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 തകതിമി കണ്ണാദീവാ കണ്ണാദീവാ.
കൺമണി ചാത്തിയോരുടെ ലോല കണ്ണാദീവാവാ വന്ന നിന്നു കല്യാണമായി കണ്ണ നിന്നു കല്യാണമായി മണി വന്ന നിന്നു കല്യാണമായി കല്യാണമായി കണ്ണ നിന്നു കല്യാണമായി കല്യാണമായി കണ്ണ നിന്നു കല്യാണമായി കല്യാണമായി കണ്ണ നിന്നു കല്യാണമായി കല്യാണമായി എന്നുണ്ണി കണ്ണ നിന്നു കല്യാണമായി എന്നുണ്ണി കണ്ണ നിന്നു കല്യാണമായി കണ്ണ നിന്നു കല്യാണമായി മണി വന്ന നിന്നു കല്യാണമായി എന്തേ എന്തിനു പേടിയാവണേ? അമ്മയ്ക്കൊരു കുഴപ്പമില്ല, വേണ്ട. അങ്ങനെ രുക്മിണി സ്വയംവരം വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു കേട്ടോ. നമ്മളുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. എന്തായാലും എല്ലാം മനോഹരമായിട്ടുണ്ടായിരുന്നു. പൂജനം ശൗചമാ പ്രപഞ്ചാശ്രകലേ നേത്രേ സ്ഥലോ ചോപഹതോ ശുജാം ആശ്ലിഷ്യ ബാഹുനാലാകന്നമന്യ വിഷയാം സതീം സാന്ത്വയാമാസ തന്ത്രജ്ഞകൃപയാ കൃപണാം പ്രഭോ ഹാസ്യ പ്രൗഢി പ്രവചിത്താമതർഹാം സദാ ഗതേ ശ്രീ ഭഗവാനുവാച പരിഷ്വക്തശ്ചിരോത്കണ്ഠൈർഗോപൈർഗോപീഭിരേവ ച രാമോഭിവാദ്യ പിതരാ വാശീഭിരഭിനന്ദിത ചിരം നഃ പാഹി ദാശാഖ സാനുജോ ജഗദീശ്വര ഇത്യാരോപ്യാംഗമാലിംഗ്യ നേത്രൈ ശിശുചതുർജലൈ ഉത്സൃജൻ ക്വചിത് സ ശൈലാനുത്പാട്യ തൈർദേശാൻ സമചൂർണയത് ആനർത്താൻ സുതരാമേവ യത്രാസ്തേ മിത്രഃ ഹരി ക്വചിത് സമുദ്രമധ്യസ്ഥോ ദോർഭ്യാമുക്ഷിപ്യ തജ്ജലം ദേശാന്നാഗായുധ പ്രാണോ വേലാകൂലാനമജ്ജയത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിജ്ഞായക
കാമനകൃപണാലുപ്തോപരപദ്ധിയായ ഹിമ്മിനത്തേക്കുമരട്ടെ വൈകുന്നേരത്ത് 6 മണിയോടുകൂടി സർവൈശ്വര്യ പൂജ ആരംഭിക്കും. ഭഗവതി അതിൽ ഒരു ദിവസം സർവൈശ്വര്യ പൂജ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വിളക്കും അതുപോലെ തന്നെ 2 നാക്കിലും കുറച്ച് പൂക്കളും മാത്രമേ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഒന്നിച്ചിരുന്ന് അവിടെ അല്ലാതെ കണ്ടോ, അവിടെ എല്ലാം ആ ചെയറുകളെല്ലാം മാറ്റി അവിടെ സെറ്റാക്കി അവിടെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് നമുക്ക് പൂജ ചെയ്യാനുള്ള ഇതൊക്കെ ഒരുക്കുകയാണ്. ഇതിന് മുന്നേ നമ്മളങ്ങനെ സർവൈശ്വര്യ പൂജകളൊക്കെ മുമ്പേയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ചിരുന്ന് ചെയ്യുക എന്ന് പറയണത് അത് വേറൊരു ഫീല് തന്നെയാണ്. ഗോപാലചൂടാമണി ശ്രീകൃഷ്ണായ നമഃ. അർച്ചിക്കൂ, കേൾക്കണം. എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലിയാലേ എനിക്ക് കേൾക്കാൻ സാധിക്കൂ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം കമലാനാഥായ നമഃ. ശ്രീകൃഷ്ണായ നമഃ ചൊല്ലിയാൽ മതി. ഓം വാസുദേവായ നമഃ. ഓം സനാതനായ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമകൗശേയവാസം ശ്രീവത്സംഗം കൗസ്തുഭദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ഡരീകായതാക്ഷം വിഷ്ണും വന്ദേ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരശങ്കര ശിവശങ്കര ദുരിതം കട ശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ മരണേ മമ ഗുരുമന്ദിര രമണേ മതിവരണേ തരണേ മമ ഹരിതൻ മൃദുചരണേ രതിശു. നാം അറിഞ്ഞത് ഉള്ളിൽ നിന്ന് മാഞ്ഞു പോവാതിരിക്കാൻ ഗുരുപരമ്പരയുടെ പൂർണ്ണാനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി അടുത്ത 2 ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം, ജീവിതത്തിൽ നാം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ ഇനി കടന്നു പോയാലും വീണ്ടും ജന്മങ്ങളുണ്ടായാലും അവിടെയെല്ലാം ഭഗവത് പാദത്തിൽ ഭക്തി ഉണ്ടാകുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഥസ്ത്വന്നോയത പ്രഭോ, ഭഗവാനാണ് എൻ്റെ നാഥൻ എന്ന ബോധമുണ്ടായാൽ 2 ഗുണമുണ്ട്. നമുക്ക് ഭയമില്ല. രണ്ടാമതൊന്ന്, നമ്മളിൽ നിന്ന് അരുതാത്തത് സംഭവിക്കില്ല. ഏതൊരു ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് സകല പാപങ്ങളെയും തീർക്കുന്നത്. ഏതൊരു ഭഗവാനെ നമസ്കരിക്കുന്നതാണ് എല്ലാ ദുഃഖങ്ങൾക്കും നാശമുണ്ടാക്കുന്നത്. ആ ഭഗവാനെ ഞാനിതാ നാമം ജപിച്ച് നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകം. അപ്പൊ ഇത്രയും ഭാഗവതം കേട്ടതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ മുതൽക്ക് ഞാൻ ഭഗവാന്റെ നാമം ജപിക്കുന്നു, ഭഗവാനെ നമസ്കരിക്കുന്നു. ഇതൊരു തുടക്കമാണ്, ഒടുക്കമല്ല. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വിദ്യാസിക്യാം അഷ്ടാദശസഹസ്രം പാരമഹംസ്യ സഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ജയ ജയ ഭാഗവത ദേവ ജയ ജയ जय जय राधा कृष्ण स्वरूपा जय जय भागवता
देवा जय जय भागवता राधा रमण मुकुन्द मुरारे शरणं मे तव शरणयुगं गुरु पवन पुरेशा राधा कृष्ण शरणं मे तव शरणयुगं कृष्ण शरणं मे तव शरणयुगം. അങ്ങനെ 7 ദിവസത്തെ ഭാഗവത പാരായണം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമുക്ക് എല്ലാവർക്കും. അതിലേറെ വിഷമമായിരുന്നു, കാരണം 7 ദിവസം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ അത് ഭയങ്കര രസമായിരുന്നു. അത് പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു എല്ലാവർക്കും, പ്രത്യേകിച്ച് അമ്മമ്മയ്ക്കൊക്കെ കേട്ടോ. അമ്മമ്മ 7 ദിവസം രാവിലെ പോയാൽ രാത്രിയിലാണ് അവിടുന്ന് തിരിച്ചു പോരുന്നത്. നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ പോരുന്നുണ്ടായിരുന്നു. അമ്മമ്മയും അമ്മയൊക്കെ മുഴുവനായിട്ട് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലുതാണല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരെയും ആദരിക്കലും അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ. ആചാര്യന്മാർ മുതൽ ഇതിൽ ഓരോരുത്തരും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ. കാരണം അവരുടെ എല്ലാവരുടെയും ആ പരിശ്രമത്തിൻ്റെ ബലം, ഹാർഡ് വർക്കൊക്കെ കാരണം കൊണ്ടാണ് ഇതെല്ലാം ഇത്ര ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഭാഗവതം സ്ഥിരമായിട്ട് വായിക്കുന്ന കുട്ടികളെ ആദരിക്കലും അതുപോലെ തന്നെ ഭാഗവതം കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ നാടിൻ്റെ സ്വന്തം ആചാര്യൻ, അദ്ദേഹത്തിനെ ആദരിക്കലും ഒക്കെ ഇതിനിടയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ ഭാഗവതം വായിക്കുന്നതിനും അതിങ്ങനെ ഭാഗവതം വായിക്കാൻ പഠിക്കുന്നതിനുള്ള കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ളത് നമുക്ക് വലിയൊരു പുണ്യം തന്നെയാണ്. ആദ്യമായിട്ട് എല്ലാവരെയും ചിരിപ്പിച്ചും മനസ്സിലാക്കി കൊടുത്തും നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഭാഗവതം യജ്ഞം ധന്യമാക്കിയ ഹരിനമ്പൂതിരിപ്പാടിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ സഹാചാര്യന്മാരായ അരുൺ നമ്പൂതിരിപ്പാട്, രാജേഷ് രാമയ്യ എന്നിവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആർക്കുണ്ടോ സങ്കടപ്പെടരുതട്ടാ, ഉറപ്പിക്കാൻ പോവാണേ. 1255 3 വട്ടം. കേശവൻ സപ്താഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണനും രുക്മിണിയും എടുത്തിട്ടുള്ള ആ സാരിയും സെറ്റും മുണ്ടും അത് ലേലം ചെയ്യുന്നൊരു പരിപാടിയും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആദ്യം ഒരു വില പറയും, അതങ്ങനെ കൂട്ടി വേണ്ടവർക്ക് വാങ്ങിക്കാം. അപ്പോൾ അതാണ് കേട്ടോ, അത് നല്ല രസമാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അതും നടന്നു. ഇപ്രാവശ്യത്തെ ഭാഗവത പാരായണം സപ്താഹം വളരെ ഭംഗിയാക്കി തന്നിട്ടുള്ള 3 ആചാര്യന്മാരോടും ഞങ്ങളുടെ എന്താ പറയുക മനസ്സ് നിറഞ്ഞിട്ടുള്ള നന്ദി ഞങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഏതോ അതിലത്തെ ഉടക്കുഴലാണോ പോകരുത് പറഞ്ഞു. അങ്ങനെ 7 ദിവസം നീണ്ടു നിന്നിരുന്ന ആ ഒരു സപ്താഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 7 ദിവസം അവിടെ പോയിരുന്ന് കേട്ടു എന്നുള്ളതിൽ മാത്രമല്ല, അവിടെ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ നമ്മളുടെ ലൈഫിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്തിരി ലെങ്തി ആയി പോയിട്ടുണ്ട്, കാരണം ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുമ്പം കുറച്ച് അധികമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.